ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റു. പിള്ളേർ സ്കൂളിൽ പോയി. 8 മണിയായപ്പോൾ ബസ് വന്നു. അവർ പോയി ശേഷം ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ കിടന്നു. കാരണം ഇന്നലെ നല്ല ചൂടായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. വെളുപ്പിനായപ്പോഴേ ചെറിയൊരാശ്വാസം, തണുപ്പം. പിന്നെ പിള്ളേരെ വിട്ട് അവരുടെ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ ചിന്നുമോളെ ഉറക്കിയിട്ട് ഞാൻ പിന്നെ എണീറ്റ് വന്നു. തൂത്ത് വാരാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. അത് കഴിഞ്ഞ് പല്ല് തേക്കാൻ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് ചിന്നുമോൾ ഉണരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി തൊട്ടി ആട്ടിയൊക്കെ വിട്ട് പല്ല് തേച്ചു. കഴിക്കാൻ രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ചോറായിരുന്നു രാവിലെ. ചോറും പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പോൾ അത് കൂട്ടിയാണ് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ കൊടുത്ത് വിട്ടതും കഴിക്കാൻ കൊടുത്തത്. പല്ല് തേച്ച് വന്നപ്പോഴത്തേനും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി കോവയ്ക്ക വേണമെന്ന് പറഞ്ഞ് വന്ന് പറിച്ച് തരാനായിട്ട് ഞാൻ പിന്നെ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് പോയി. നല്ല ഹൈറ്റിലുണ്ടായിരുന്നു, അപ്പോൾ അത് എത്തത്തില്ല. അപ്പോൾ ഞാൻ സ്റ്റൂളിൽ കയറി 5-6 പറിച്ചു. ബാക്കിയെല്ലാം താഴോട്ട് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അവിടെ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞ് പറിച്ചു കൊടുത്തു. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കൊട്ട നിറച്ച് കിട്ടി അവർക്ക്. ഇത്രയും മതി അവർക്ക്. അപ്പോൾ അതൊക്കെ പറിച്ചു കൊടുത്തിട്ട് വന്ന് ഞാൻ അടുക്കളയിൽ കഴിക്കാനായിട്ട് രാവിലെ കിഴങ്ങ് പുഴുങ്ങിയത്. കിഴങ്ങല്ല, കപ്പക്കിഴങ്ങ്. അപ്പം അത് പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചു. ഞാൻ രാവിലെ ചോറുണ്ട്, എനിക്ക് രാവിലെ ചോറ് വേണം. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ കപ്പക്കിഴങ്ങ് പുഴുങ്ങി കൊടുത്തു. അപ്പോൾ ചിന്നുമോൾക്ക് മുട്ടയും പിന്നെ ഇതുണ്ടായിരുന്നു, ചോറും കഞ്ഞിയായിട്ട് കൊടുത്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് വെച്ച് ഉച്ചക്കത്തേനുള്ള അരി അടുപ്പിലെല്ലാം ഇട്ട് വെച്ച് വന്ന് ചിന്നുമോൾ എഴുന്നേറ്റു. അപ്പോൾ അവൾക്കും കഴിക്കാനും കൊടുത്തു. അമ്മയ്ക്ക് പിന്നെ ഇതൊക്കെ മതി രാവിലെ. ഇഡ്ഡലി, ദോശ അതൊന്നും ഇഷ്ടമൊന്നുമല്ല. നമുക്ക് കപ്പയോ ചക്കയോ അതൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമുക്ക് കപ്പ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാരണം അത് രാവിലെ കപ്പ വീക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ചിന്നുമോളും ഞാനും കൂടെ, ഞാൻ ചോറുണ്ട് വെച്ച് പിന്നെ അവിടെ കൂടി ഇരുന്ന് 2 ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കുഞ്ഞിന് മുട്ട രാവിലെ എന്നും കൊടുക്കും, പൊരിച്ച് കൊടുക്കും. അതാണ് കൂടുതലിഷ്ടം. അന്നേരം പിന്നെ അവിടെ കൂടെ ഇരുന്ന് ഞാനും കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ, ചിന്നുമോളെ കുളിപ്പിക്കണം, അവിടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.